ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മ പിള്ളച്ചേട്ടനോട് പറയാം, ആര് തൂങ്ങിയാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് എൻ്റെ കാശ് കിട്ടണം. എന്തായാലും ആൾ മരിച്ചിട്ടില്ല സത്യാമ്മ. ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാശ് ചോദിക്കാം അല്ലേ. ഇവന്മാരൊക്കെ തട്ടിപ്പിൻ്റെ രാജാക്കന്മാരാ. രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ആരെയൊക്കെ പറ്റിക്കാന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ. ഈ ആത്മഹത്യാ ശ്രമം ഉണ്ടല്ലോ, അത് നമുക്ക് കാശ് തരാതിരിക്കാനുള്ള അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എത്രയോ ആൾക്കാർ തൂങ്ങുന്നു, എന്നിട്ട് അവരാരും രക്ഷപ്പെടുന്നില്ലല്ലോ. ഞാൻ എന്തായാലും ആ കാശ് ഉപേക്ഷിക്കാനും ഒന്നും പോകുന്നില്ല. അത്രയും പറഞ്ഞിട്ട് സത്യാമ്മ അകത്തോട്ട് പോകുമ്പോൾ പിള്ളേച്ചൻ പൊന്നിയോട് പറയാം, ഇത് കാര്യം നിസ്സാരമല്ല, സത്യാമ്മ വിചാരിക്കുന്ന പോലെ അല്ല, ഇത് വലിയ കുഴപ്പത്തിലേ ചെന്ന് എത്തിക്കത്തുള്ളൂ. ശാലിനി ഡോക്ടറെ കണ്ട് ശാരികയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. ശാരികയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല ചതവുകളുണ്ട്. എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഒന്നും ഒറ്റ നോട്ടത്തിൽ കാണാനില്ല. വീഴ്ചയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അതുമാത്രമല്ല, സ്പൈനൽ കോഡ് ഇഞ്ചറി വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പക്ഷാഘാതത്തിന് കാരണമായേക്കാം. എന്തായാലും ഇതിനെല്ലാം പ്രത്യേകം ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ആ ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശാലിനി പറയാം, എൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും തിരിച്ചു തരണം, എനിക്ക് അതിനുള്ളൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ഒരു പേഷ്യൻറ്റിനെ ഞങ്ങൾ സമീപിക്കുമ്പോഴേ ഞങ്ങളുടെ പ്രാർത്ഥനയും അതുതന്നെയാണ് ശാലിനി. അവരെ നല്ല രീതിയിൽ തന്നെ അവരുടെ ബന്ധുക്കളെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത്. ശാലിനി, അതിനുവേണ്ടി ഞങ്ങൾ ഈശ്വരനെ വിളിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഈശ്വരൻ്റെ കടാക്ഷം ശാലിനിയുടെ ചേച്ചിക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും ജീവൻ തിരിച്ചു കിട്ടിയത്. എനിവേ, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിലെല്ലാം ഞാൻ ട്രീറ്റ് ചെയ്യും. ഇനി ബാക്കിയല്ല ഈശ്വരൻ്റെ അനുഗ്രഹം. ഈ സമയം ഒരു ഓട്ടോറിക്ഷയിൽ രാജീവൻ്റെ അമ്മ ശാരികയുടെ കുഞ്ഞുമായിട്ട് വരുക. ഓട്ടോറിക്ഷക്കാരോട് പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യണേ. കൃഷ്ണൻകുട്ടിച്ചേട്ടനെ ആണെങ്കിൽ ദാണ്ട ശിവൻ പിടിച്ചു വെച്ചിരിക്കുക. അങ്ങേര് പറയാം, അപ്പം ഞാൻ പോകണ്ടാന്ന് തന്നെയാണോ അനിയൻ പറയുന്നത്? അതേ, മോളെയും കൊണ്ട് അവരിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പാകട്ടെ. എന്ത് തീർപ്പ്? അതൊക്കെ ഞാൻ പറയാവുന്നേ, അവിടെ നിൽക്കേ. ശാലിനി അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ശിവന്റെ അടുത്തോട്ട് വരിക. ശിവ, അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ ശാരിക ചേച്ചി കിടക്കേണ്ടി വരും, 1-2 ടെസ്റ്റ് കൂടി നടത്താനുണ്ടെന്നാ പറഞ്ഞ്. അപ്പോൾ രാജീവൻ്റെ അമ്മ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് എത്തി. മോളേന്നും പറഞ്ഞ് പെട്ടെന്ന് ശാലിനി ആ കുഞ്ഞിനെ എടുത്ത് അങ്ങ് മുത്തം കൊടുക്കുക. താണ്ട ശാലിനി, ഞങ്ങളെ മനഃപൂർവ്വം അപമാനപ്പെടുത്താൻ വേണ്ടിയാ അവൾ ഈ കളി കളിച്ചത്. അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടത്തില്ലായിരുന്നല്ലോ. അമ്മാവൻ പറയാ, അതെ, അവക്ക് ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കണം. അങ്ങനെ പേടിപ്പിച്ച് അവളെയും കുഞ്ഞിനെയും ആ രാജീവിൻ്റെ തലയിൽ കെട്ടിവെക്കണം. ശാലിനിക്ക് അത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് പോയ, എന്തിനാ കെട്ടിവെക്കുന്നത്? ശാരിക ചേച്ചി പ്രസവിച്ച ഈ കുഞ്ഞ് രാജീവ് സാറിൻ്റെയും കൂടെയാ. അതിപ്പം നിങ്ങൾ നിഷേധിച്ചാലും സത്യം സത്യമല്ലാതാകില്ല. അതങ്ങനെ കളക്ടർ മാഡം പറഞ്ഞാൽ പോരല്ലോ. അത് കേട്ടിട്ട് ശിവൻ, പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഈ കുട്ടി ജാരസന്തതിയാണെന്നോ? അമ്മാവന് വല്ലതൊക്കെ കിട്ടണമെന്നുണ്ട്. അമ്മാവൻ പറ, ഇയാൾ ആരാ ഡോ? താൻ ആരാടോ? ഞാൻ ആരും ആയിക്കോട്ടെ, ഓക്രിത്തരം പറയരുത് കാര്യം അറിയാതെ. ദാണ്ട ശാലിനി, എൻ്റെ മകൻ അവളോടൊപ്പം ജീവിക്കുമ്പോഴേ ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ഒരു സൂചന പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവള് പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യമേ രാജീവനും അറിയില്ല. അപ്പോൾ പിന്നെ ദിവ്യഗർഭം വരാനേ ഇത് പുരാണ കഥയൊന്നും അല്ലല്ലോ, ഇത് ജീവിതമല്ലേ. ശിവൻ പറയാ, ശാലിനി, ഇവരോട് ഇങ്ങനെ ഒന്നും സംസാരിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല. നിയമത്തിൻ്റെ വഴിയെ തന്നെ പോകണം, അതാ ശാലിനി നല്ലത്. എങ്കിൽ നീ പോയി കേസ് കൊടുക്കടാ. ഇനി കൊച്ചിൻ്റെ അച്ഛൻ ആരാണെന്ന് അവർ കണ്ടുപിടിക്കട്ടെ. ശാലിനി പറയാം, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വരില്ല. സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ കൊച്ചിൻ്റെ അച്ഛനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. വിദേശത്തെ പണി മതിയാക്കി നാട്ടിലോട്ടൊന്ന് വരേണ്ടി വരും. വന്നിട്ട് പിന്നെ എവിടെ താമസിക്കണമെന്നൊക്കെ കോടതി തീരുമാനിക്കും. അത് നിങ്ങളുടെ മകൻ കേൾക്കേണ്ടിയും വരും. അമ്മാവൻ വീണ്ടും അടങ്ങിയിരിക്കത്തില്ല. എന്താ കളക്ടർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണോ? ഭീഷണിപ്പെടുത്തേണ്ട അടുത്ത് ഭീഷണിപ്പെടുത്താതെ തരവില്ലല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കോളാം. ഈ അമ്മാവൻ അടി എരന്ന് മേടിക്കാനായിട്ട് നിൽക്കുന്നത്. വിജയലക്ഷ്മി, എന്നാൽ നമുക്ക് പോകാം, നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞ്. ഇനിയും ഞാനിവിടെ നിന്നാലേ ഞാനിനി എന്താ പ്രവർത്തിക്കാൻ പോകുന്നത് എനിക്ക് പോലും അറിയില്ല. അങ്ങനെ ആങ്ങളെയും പെങ്ങളും കൂടെ ശാലിനിയെ ഭീഷണിപ്പെടുത്തുക. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനങ്ങാണോ അങ്ങോട്ട് വന്നു പോയേക്കരുത്, പറഞ്ഞത് കേട്ടല്ലോ. ശിവ, ഇവരിൽ നിന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ, പക്ഷേ രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. ഒരു നേഴ്സ് അകത്തുനിന്ന് പറയുന്ന പേഷ്യൻറ്റിന് ബോധം വന്നിട്ടുണ്ട്, ആർക്കെങ്കിലും ഒരാൾക്കകത്ത് കയറി കാണാം. ശാലിനി ശിവന്റെ കയ്യിലോട്ട് കുഞ്ഞിനെ കൊടുത്തിട്ട് ശാരിയെ കാണാനായിട്ട് ഐസിയുവിനകത്തോട്ട് കയറി പോവുക.
ആങ്ങളെയും പെങ്ങളുടെ പുറത്ത് വന്നിട്ട് ചോദിക്കുക, എടി വിജയലക്ഷ്മി നമ്മൾ എങ്ങനെയാ പോകുന്നത്? ആ വണ്ടിയല്ലേ കിടക്കുന്നത്, അങ്ങോട്ട് കയറ്. അങ്ങനെ വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടി ചേട്ടനോടെ പോവുകയാണ് ഓട്ടോറിക്ഷയിൽ. രണ്ട് കാലിലും പ്ലാസ്റ്റർ ഇട്ട് കയ്യേലും കെട്ടുക കെട്ടി തലയിലും മുഖത്തുമൊക്കെ നല്ല മുറിവോടുകൂടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ശാരിക കിടക്കുവാണ്. ശാരികയുടെ അടുത്ത് സങ്കടത്തോടെ ശാലിനി ചെല്ലുന്നുണ്ട്. ഓക്സിജൻ മാസ്കിൽ കൂടെ കരഞ്ഞോണ്ട് ശാരിക പറയാ, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, എന്നെ അങ്ങ് കൊന്നുതാ, ഇതൊക്കെ ഞങ്ങളായിട്ടുണ്ടാക്കിയതാണോ? എന്തിനാ ചേച്ചി ഇങ്ങനൊരു കടുങ്കൈ കാണിച്ചത്? ആരെ തോൽപ്പിക്കാനാ? എന്നിട്ടിപ്പോൾ തോറ്റത് ആരാ? എന്നെ ഒന്ന് മരിക്കാൻ പോലും ഈശ്വരൻ സമ്മതിച്ചില്ലല്ലോ. എൻ്റെ ചേച്ചി, അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കാനാണെങ്കിൽ ഇവിടൊക്കെ എന്തൊക്കെ നടക്കുമായിരുന്നു. ശാരിയേച്ചി, ആ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ടാ മരിക്കാൻ പോയത്? എൻ്റെ മോളുടെ അവകാശം ആർക്കാണോ ഉള്ളത് അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അവരാ മോളെ അംഗീകരിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ശാരിയേച്ചി അവരെ അംഗീകരിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ ചേച്ചിയുടെ മോളെ അവരെ അംഗീകരിക്കുന്നത്? എന്തൊരു കഷ്ടമാ, ആളുകളെ ഒന്ന് മനസ്സിലാക്കാൻ പോലും എൻ്റെ ചേച്ചിക്ക് കഴിയുന്നില്ലല്ലോ. ഞാൻ മോളെ ഏൽപ്പിച്ചത് അവളുടെ അച്ഛൻ്റെ വീട്ടിലാ. എന്നിട്ട് ആ അച്ഛൻ എവിടെ ശാരിയേച്ചി? മോളുടെ വളർച്ചയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം, സ്നേഹത്തോടെയുള്ളൊരു വിശേഷം തിരക്കൽ എന്തെങ്കിലും ഈ പറയുന്ന അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും ആ കുഞ്ഞിനെ ആ മുറ്റത്ത് തന്നെ കൊണ്ടുപോയി കിടത്താൻ ചേച്ചിക്ക് എങ്ങനെ തോന്നി? സ്വയം ജീവൻ ഒടുക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ കൂടെ കുരുതി കൊടുക്കാൻ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു ചതി ആ പാവം കുഞ്ഞിനോട് കാണിക്കില്ലായിരുന്നല്ലോ. വിങ്ങി പൊട്ടി കരഞ്ഞോണ്ട് ശാരിക പറയും, എനിക്ക് ആരുമില്ല, അച്ഛനുമില്ല, അമ്മയും ഇല്ല, കൂടപ്പറപ്പും ഇല്ല. അങ്ങനെയുള്ള ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ആട്ടും തുപ്പും കേട്ട് ജീവിക്കുന്നതിനേക്കാളും ഭേദം അങ്ങ് മരിക്കുന്നതല്ലേ. കരഞ്ഞോണ്ട് ശാലിനി ചോദിക്കുക, എന്നിട്ട് എന്തായി, മരിച്ചോ? മരിച്ചില്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് എന്നെ ഒന്ന് കൊന്നു തരാൻ. എൻ്റെ കഴുത്ത് ഞെരിച്ചോ, എന്തെങ്കിലും മരുന്ന് കുത്തിവെച്ചോ, എങ്ങനെയെങ്കിലും എന്നെ അങ്ങ് കൊല്ല്. ശരി ശാരിയേച്ചി, ഞാൻ ചേച്ചിയെ കൊല്ലാം. പക്ഷേ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ചേച്ചി തരണം. ആ കൈക്കുഞ്ഞിനെ പിന്നെ ആര് നോക്കും? അയ്യോ, എൻ്റെ പൊന്നുമോൾ ഇപ്പോൾ എവിടെയുണ്ട്? എന്തിനാ ചേച്ചി ചാകാൻ പോയതല്ലേ, പിന്നെ എന്തിനാ കുഞ്ഞിനെക്കുറിച്ച് തിരക്കുന്നത്? ശ്യാമ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ പിന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ ചെയ്തത് വലിയൊരു അബദ്ധമാണല്ലേ. ചേച്ചിക്ക് എന്താ അതിൽ സംശയമുണ്ടോ? ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാണ് വരാൻ പോകുന്നതെന്ന് വരുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധം തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കേസുണ്ടാവും, അതിനി ഒഴിവാക്കണം. എൻ്റെ ശാരിയേച്ചി, ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനത്തെ കടുത്ത തീരുമാനമൊന്നും എടുത്തുകളയല്ലേ. എനിക്കിനി ഓടാൻ വയ്യാത്തത് കൊണ്ടാ. ഈ സമയം ശിവൻ കുഞ്ഞ് കരയാതെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ശാലിനി ഐസിന്ന് ഇറങ്ങി വന്നിങ്ങനെ അന്തം വിട്ട് ശിവനെ തന്നെ നോക്കുക. ശിവ, ഈ കുഞ്ഞേതാ? ഞാൻ ശിവനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. മോളെവിടെ ശിവ? ശിവൻ എന്താ ഒന്നും മിണ്ടാത്തേ? കുഞ്ഞെവിടെയെന്നാ ചോദിച്ചത്. മോളെവിടെ ശിവ? ശിവൻ അപ്പോൾ ശാലിനിയോട് അപ്പുറത്തിരിക്കുന്ന സ്ത്രീയെ ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്. ശാലിനി നോക്കുമ്പോൾ ശാരികയുടെ മോക്ക് ആ സ്ത്രീ പാല് കൊടുക്കുവാണ്. അവരുടെ കുഞ്ഞിനെയാണ് ശിവൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വന്തം കുഞ്ഞിനെ ശിവന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ സ്നേഹനദിയായ ആ പെൺകുട്ടി ശാരികയുടെ കുഞ്ഞിന് മുലയൂട്ടുവാണ്. ശാലിനി സങ്കടത്തോടെ, ശിവ, ഇത് അമ്മമാരുടെ സാന്നിധ്യമാണ് കുഞ്ഞുങ്ങളുടെ കരച്ചിലടക്കാനുള്ള ഏക ഒറ്റമൂലി. അതുകൊണ്ട് ഏതൊരമ്മയ്ക്കും ഈ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം അവർക്ക് സ്വന്തം കുട്ടികളെ പോലെ തന്നെയാണ്. അങ്ങനെ പാല് കൊടുത്തിട്ട് ആ പെൺകുട്ടി പറയുക, മോള് നല്ല കരച്ചിലായിരുന്നു, നിങ്ങളാണെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കണ്ടതുമില്ല. നിങ്ങളുടെ ഭർത്താവാണെങ്കിലോ കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നതും കണ്ട്. ഞാനും ഒരമ്മയല്ലേ, കരച്ചിൽ മാറ്റാൻ കുഞ്ഞിനെ വാങ്ങി പാല് കൊടുത്തപ്പം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഓർത്തത്. വിശന്ന് കരയുന്ന കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റുക, മറ്റൊന്നും അപ്പം ഞാൻ ചിന്തിച്ചില്ല. ശാലിനി സ്നേഹത്തോടെ പറയുവാണ്, മോളുടെ വിശപ്പ് മാറ്റി തന്നതിന് നന്ദി, ഒരുപാട് നന്ദി. ശിവൻ താങ്ക്സ് പറഞ്ഞ് അവളുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ ദാണ്ട ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുവാണ്. ശാലിനി, ശാരിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? 1-2 ദിവസം ഒബ്സർവേഷന് കിടക്കട്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ശാലിനിയെ നോക്കിയിട്ട് പറയുന്നത്, ശ്യാമയാ വിളിക്കുന്നത്. ശ്യാമ ചോദിക്കുന്നത്, രോഹിത് ഇപ്പോൾ എവിടെയുണ്ട്? എന്ത് പറയണമെന്നറിയാതെ രോഹിത്ത് ഞാൻ എന്നൊക്കെ പറയുവാണ് ഫോണിൽ കൂടെ. രോഹിത്ത് ഇപ്പോൾ എവിടെ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, ഞാൻ സൂപ്പർ മാർക്കറ്റിലാണ്. വല്ലതും വാങ്ങിച്ചോണ്ട് വരണോ? വേണ്ട, ഇടയ്ക്ക് എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വിളിച്ചതാ. ആ ശരി എന്നും പറഞ്ഞ് രോഹിത്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശിവൻ ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കുക. രോഹിത്ത് വളരെ വിഷമത്തോടെ ഇങ്ങനെ അവരെ നോക്കുവാണ്. രോഹിത്ത് പറയാ, ഇതവള് ചുമ്മാതെ വിളിച്ചതൊന്നുമല്ല, ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ശാരിയെയും കുഞ്ഞിനെയും ഒരു കാരണവശാലും ശ്യാമയുടെ അടുത്ത് കൊണ്ടുപോയി ആക്കരുത്. ശ്യാമ മൊത്തത്തിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാണ് നിൽക്കുന്നത്. വീട്ടിലും വലിയ ബഹളമാണ് ഉണ്ടാക്കുന്നത്. ഈ ബഹളത്തിൽ ശാരിയെയും കുഞ്ഞിനെയും കൂടെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേരെ അവൾ എന്തെങ്കിലും ചെയ്യും. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് പറയുമല്ല, നല്ല ഒന്നാന്തരം കുശുമ്പുകാരിയാ. അതും പോരാഞ്ഞിട്ട് എന്നെയാണെങ്കിൽ മുടിഞ്ഞ സംശയവും.
ഇപ്പോഴെന്നെ വിളിച്ചത് തന്നെ ഞാൻ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. ശാരികയും കുഞ്ഞും നല്ല രീതിയിൽ ജീവിച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുടുംബശ്രീ വീട്ടിലോട്ട് അവരെ ഇനി അയക്കരുത്. രോഹിത്ത് പറഞ്ഞതെല്ലാം കേട്ട് ശാലിനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. കുടുംബശ്രീ ഹോട്ടലിൽ ശാന്ത ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. ഗോപാലകൃഷ്ണൻ അകത്തുനിന്ന് പുറത്തോട്ട് വരുവാണ്. ആ സമയത്ത് ഒരു ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. ജീപ്പിൽ നിന്നും ശിവനും ദാണ്ട ശാലിനിയും കുഞ്ഞും ഇറങ്ങി വരിക. ജീപ്പിന്റെ ശബ്ദം കേട്ടിട്ടായിരിക്കും ശ്യാമ അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ശാലിനി കുഞ്ഞുമായിട്ട് വരുന്നത് കണ്ട് ഗോപാലകൃഷ്ണൻ സന്തോഷത്തോടെ മുത്തച്ഛൻ്റെ ചക്കരവാവയെ ഉമ്മ എന്നും പറഞ്ഞ് ഓടി വന്ന് എടുക്കുവാണ്. ശാന്ത ഓടി വന്ന് ചോദിക്കുന്നു, കുഞ്ഞ് ശാരികയ്ക്ക് എങ്ങനെയുണ്ട്? ശാരികേച്ചി അപകടനില തരണം ചെയ്യുന്നതേ ഉള്ളൂ. മോളെ നോക്കാനൊന്നും ഇപ്പോഴെങ്കിലും കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ ഒരവസ്ഥയിൽ മോളെ ഹോസ്പിറ്റലിൽ നിർത്താനും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ളവർ തന്നെ നോക്കേണ്ടി വരും. പെട്ടെന്ന് ശ്യാമ ചാടി കയറി പറയാം, ഈ വീട്ടിലുള്ളവരെന്ന് പറഞ്ഞത് കുഞ്ഞേച്ചി ആരെ കണ്ടോണ്ടാ? എന്നെ കണ്ടോണ്ടാന്നോ? അല്ലെങ്കിൽ എല്ലാവരുടെയും കണ്ണിൽ ഞാൻ ഒരു പണിയും ഇല്ലാത്തവളാണല്ലോ, വീട്ടിൽ വെറുതെ നിൽക്കുന്നവൾ. പക്ഷെ ഈ വീട്ടിലെ എൻ്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമല്ലേ അറിയാൻ കഴിയൂ. എടി, നീ ഇവിടെ കിടന്ന് എന്ത് കഷ്ടപ്പെടുന്നെന്നാ നീ പറഞ്ഞത്? കടയിലെ പണിയാണോ നീ ഉദ്ദേശിക്കുന്നത്? അത് നോക്കാൻ ശാരദ ശാന്തയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു കൈസഹായത്തിന് നിൽക്കാനേ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ ശ്യാമ പറയാം, എന്നാൽ ആ കൈസഹായം എന്താണെന്നൊന്ന് പറ. ഞാനപ്പോഴും അത് മാത്രം ചെയ്തിവിടെ നിന്നാൽ മതിയല്ലോ. അപ്പോഴറിയാലോ എൻ്റെ പണി ഇവിടെ എത്രത്തോളം ഉണ്ടെന്ന്. ശാലിനി പറയുക, ശ്യാമേ, നീ ഇപ്പോൾ എങ്ങോട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്? ഈ കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ എന്തായാലും നമുക്കൊരു തീരുമാനം വേണം. ഇപ്പം തന്നെ അതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കുകയും വേണം. ശ്യാമ പറയുക, ഇപ്പം കൊച്ചിൻ്റെ സ്ഥാനത്തും അച്ഛൻ്റെ സ്ഥാനത്തും നിൽക്കുന്നവരെ അതങ്ങ് ഏറ്റെടുത്തേരുന്നേ. ശിവനെ ശാലിനെ ഉദ്ദേശിച്ചാണ് അവൾ പറയുന്നത്. പോറ്റമ്മയും വളർത്തച്ഛനും ഒക്കെ അങ്ങ് ആയിക്കോട്ടെ. ശ്യാമയുടെ കരണം തല്ലി പൊട്ടിക്കണമെന്നുണ്ട് ശാലിനിക്ക്. ശ്യാമയെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ഇത് നമ്മുടെ ചേച്ചിയുടെ മകളാ. മോളുടെ മുത്തശ്ശനും ചിറ്റമ്മയായ നീയും ഈ വീട്ടിലുള്ളപ്പോൾ ഞാൻ മോളെയും കൊണ്ടുപോയി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെയുള്ളവരോട് മോളെ നോക്കാൻ പറയുന്ന മര്യാദയാണോ? അങ്ങനെയെങ്ങനെ ഞാൻ അവരോട് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അവരുടെ മുന്നിൽ എന്ത് വിലയാ ഉള്ളത്? നിങ്ങൾക്കത് വലിയ മാനക്കേടായിട്ടൊന്നും തോന്നുന്നില്ലായിരിക്കും. എന്ത് വന്നാലും കുറച്ച് ദിവസം നീ മോളെ നോക്കിയേ പറ്റൂ. അപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടോളാം. ശാന്ത പറയാം, ശാലിനി കുഞ്ഞ്, എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ നോക്കിക്കോളാം. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഇനി ഈ കുഞ്ഞിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു തർക്കം ഈ വീട്ടിൽ വേണ്ട. കരഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയാം, ആരും നോക്കണ്ട, എൻ്റെ മകളുടെ കുഞ്ഞല്ലേ ഇത്. അവൾ വരുന്നത് വരെ ഞാൻ നോക്കിക്കോളാം. ശാരദ വരുമ്പോൾ എനിക്ക് ഈ മോളെ തിരിച്ചേൽപ്പിക്കാനുള്ളതാ. ശ്യാമ ദേഷ്യത്തോടെ, അച്ഛൻ ഏത് നേരം കുഞ്ഞിൻ്റെ അടുത്തിരിക്കാൻ പറ്റുമോ? എടി, നിനക്ക് നോക്കാൻ പറ്റത്തില്ലെന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ പിന്നെ എൻ്റെ നോട്ടം എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. വീണ്ടും ഗോപാലകൃഷ്ണൻ കരയാം, ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ. ഒരാൾക്കും ഒരു തടസ്സം വരാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം എൻ്റെ പൊന്നു മോളെ. ഈ സമയം സത്യമ്മ എഴുതുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പൊന്നി, പിള്ളയോട് പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിച്ചോ? പോയിട്ടുണ്ട് സത്യമ്മ, ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പിള്ളച്ചേട്ടൻ വരുന്നുണ്ട്. സത്യാമ്മയെന്ന് വിളിച്ചു കൂവിക്കേണ്ട വരുന്നത്. സത്യാമ്മയോ, എന്തിനാ പിള്ളേ ഇങ്ങനെ വിളിച്ചു കൂവിക്കേണ്ടി വരുന്നത്? ഞാൻ മാർക്കറ്റിൽ വെച്ച് SI സോമശേഖരനെ കണ്ട്. അയാൾ എന്താ പിള്ളേ ഇയാളെ പേടിപ്പിച്ചോ? വേണ്ടേ, അയാൾ ഇപ്പോഴും നമുക്ക് കാശ് തരാനുള്ളതാ. സത്യാമ്മ, അയാൾ പറഞ്ഞതേ ആ കുട്ടിക്കൃഷ്ണൻ ആത്മഹത്യാശ്രമം നടത്തിയില്ലേ, അതിൻ്റെ കാരണം സത്യാമ്മയാണെന്നും സത്യാമ്മ പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയതിനെ അയാളുടെ കയ്യിൽ തെളിവുണ്ടെന്നും ആ പറയുന്നത്. എന്ത് തെളിവ്? നമുക്ക് തരാനുള്ള പണം തരാതിരിക്കാനുള്ള അടവാ അത്. അല്ലാതെ എന്ത് തെളിവാ എനിക്കെതിരെ അയാളുടെ കയ്യിലുള്ളത്? ശാലിനി ഇതൊക്കെ കേട്ടോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ചുമ്മാ പിള്ളയെ അയാളൊന്ന് പേടിപ്പിച്ചതാ. കുട്ടിക്കൃഷ്ണൻ നമ്മുടെ നിന്ന് മാത്രമല്ല, നാട്ടുകാരുടെ പലരുടെയും കയ്യിൽ നിന്ന് അയാൾ പണം കടം മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സോമശേഖരൻ എല്ലാവരെയും നിരത്തിപ്പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? എന്താ സത്യാമ്മേ, എന്താ പ്രശ്നം? ശാലിനി ചോദിക്കുക. സോമശേഖരൻ എന്തു പറഞ്ഞു എന്നാ പറഞ്ഞത്? പിള്ളയെ സോമശേഖരൻ മാർക്കറ്റിൽ വെച്ച് കണ്ടുവെന്ന്. നമുക്ക് കാശ് തരാനുള്ള ഒരുത്തൻ തൂങ്ങിയില്ലേ മോളെ? ആ കുട്ടിക്കൃഷ്ണൻ, അയാളെ ഞാൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അയാൾ ഈ പണി കാണിച്ചതെന്ന് സോമശേഖരന്റെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. അത് മാത്രമല്ല സത്യാമ്മേ, തൂങ്ങുന്നതിന് മുമ്പ് കുട്ടിക്കൃഷ്ണൻ 2 പേരുകൾ പേപ്പറിൽ കുറിച്ച് വെച്ചിട്ടുണ്ടെന്നും ആ പറഞ്ഞത്. അയാൾ തൂങ്ങാനുണ്ടായ കാരണങ്ങളിൽ ഒരാൾ സത്യാമ്മയാണെന്നാ സോമശേഖരൻ പറയുന്നത്. അത് കേട്ട് ശാലിനി ആകെ അപ്സെറ്റായിട്ടിരിക്കുക. ഇതിനു മുമ്പ് ADM ജോൺ ശാലിനിയോട് പറഞ്ഞത് മദറിൻലോ നടത്തുന്ന നിയമവിരുദ്ധമായ കാര്യമാണല്ലോ ഓപ്പറേഷൻ കുബേരയെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും സത്യാമ്മ ഇതിൽ കുടുങ്ങുമെന്ന് ശാലിനിക്ക് മനസ്സിലായി. ഈ അവസരം മുതലെടുത്ത് ADM ജോണും SI സോമശേഖരനും എത്രത്തോളം പ്രതികാരം വീട്ടാവോ അതൊക്കെ ചെയ്യും. ടിക്കൃഷ്ണൻ എഴുതിയ 2 പേര്, ഒന്ന് ശിവനും ഒന്ന് സത്യഭാമയും ആയിരിക്കുമോ? എന്തായിരിക്കും ഇനി അടുത്ത നീക്കങ്ങൾ എന്നറിയാൻ നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.